പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 5-ാം മാസത്തിൻ്റെ 1-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, കഴിഞ്ഞ 4 മാസം നമ്മെ ക്ഷേമത്തോടുകൂടെ കൺമണി പോലെ കർത്താവ് നമ്മെ പരിപാലിക്കുവാനിടയായി. നമ്മുടെ യാത്രകളിലും നമ്മുടെ ശുശ്രൂഷകളിലും നമ്മുടെ ആവശ്യങ്ങളിലും നീണ്ട ഉപവാസങ്ങളിലും പ്രാർത്ഥനകളിലും ഉറ്റിരുന്ന എല്ലാ ദൈവസഭയ്ക്കും ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഒരു വലിയ അനുഗ്രഹവും വിടുതലും ആശ്വാസമായി തീരുവാനിടയായല്ലോ. നമ്മുടെ കഷ്ടതയുടെ നടുവിൽ, നമ്മുടെ വേദനയുടെ നടുവിലെല്ലാം ദൈവം നമ്മെ ആശ്വാസത്തോടുകൂടെ ദൈവം നമ്മെ നിർത്തിയ മഹാകരുണയോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എത്രയോ പ്രിയപ്പെട്ടു നമ്മേക്കാൾ പ്രായം കുറഞ്ഞവർ, സൗന്ദര്യവും സമ്പത്തും വിദ്യാഭ്യാസവും യോഗ്യത പറഞ്ഞ അനേക പ്രിയപ്പെട്ടു ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഒരു യോഗ്യത പറയുവാനില്ലാത്ത നമ്മെ ദൈവം കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണന് മരണത്തിൽ നിന്നും വിടുവിച്ച് ഈ 5-ാം മാസത്തിൻ്റെ 1-ാമത്തെ പ്രഭാതത്തിൽ ദൈവം കൊണ്ടുവന്നല്ലോ. എല്ലാവരെയും ഓർത്ത് എല്ലാ ദൈവദാസന്മാരെയും ദൈവക്കുഞ്ഞുങ്ങളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനവധി പ്രാർത്ഥനയുടെ മറുപടികൾ ലഭിച്ചുവെന്ന് നിങ്ങളുടെ അധരങ്ങളിൽ കൂടെയുള്ള നല്ല സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിലും ദൈവം ഈ 5-ാം മാസവും ഉയർച്ചയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എല്ലാ നന്മയുടെ മറുപടികൾ നൽകുന്ന മാസമായി മാറട്ടെ. ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. നമുക്ക് ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടി വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 147-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു: മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. വിവിധ കാരണങ്ങളാൽ നമ്മുടെ മനം തകരുകയും ഹൃദയം മുറിപ്പെടുകയും ചെയ്യാം. മറ്റു മനുഷ്യർക്ക് ആർക്കും ഒരാളുടെ ഹൃദയത്തിൻ്റെ നില എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. വൈദ്യശാസ്ത്രത്തിന് മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് മാത്രമേ ചികിത്സിക്കുവാൻ കഴിയുകയുള്ളൂ. ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്കും ഉള്ളിലുണ്ടാകുന്ന രോഗങ്ങൾക്കും എക്സ്റേ, സ്കാനിങ്, മറ്റു വിവിധ ടെസ്റ്റുകൾ എന്നിവ വഴി രോഗം നിർണയിക്കുവാനും അതിനെ ഫലപ്രദമായി ചികിത്സിക്കുവാനും ഒക്കെ കഴിഞ്ഞേക്കാം. എന്നാൽ ആരുടെയും മനസ്സും അതിൻ്റെ ചിന്തകളും ഹൃദയവും അതിൻ്റെ യഥാർത്ഥ നിലയും അറിയുവാനുള്ള ഒരു ടെസ്റ്റും ഇല്ല. എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ നിലയും അന്തരേന്ദ്രിയങ്ങളും അറിയുന്നവൻ ദൈവം മാത്രമാണ്. ആമേൻ. ജീവിതത്തിൽ നേരിടുന്ന പരാജയങ്ങൾ, മറ്റുള്ളവരുടെ പരിഹാസവും നിന്ദയും രോഗങ്ങളും ഘട്ടങ്ങളും ഉറ്റവരുടെ വേർപാടും സാമ്പത്തിക തകർച്ചകൾ തുടങ്ങി നിരവധി കാരണങ്ങളാൽ മനുഷ്യന്റെ മനസ്സ് നീറുകയും ഹൃദയം തകരുകയും ചെയ്യാം. എന്നാൽ നമ്മുടെ ദൈവം മനം തകർന്നവരെ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. നീറുന്ന പ്രശ്നങ്ങളിൽ നിന്നും മാറാത്ത രോഗങ്ങളിൽ നിന്നും എത്ര ശ്രമിച്ചിട്ടും മോചനം പ്രാപിക്കുവാൻ കഴിയാതെ അനേകരും ഹൃദയം നുറുക്കത്തോടുകൂടെ ആയിരിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം അവരുടെ പാപങ്ങൾ തന്നെയാണ്. ഹലോ, നമ്മുടെ പാപം തന്നെയാണ് എന്ന് വചനം വ്യക്തമായി പറയുന്നു. പാപം ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും മനുഷ്യനുണ്ടാവുകയില്ല. പാപക്ഷമയും ശുദ്ധീകരണവും വരുത്താതെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് സ്തോത്രം ഒന്നും നേടുവാൻ കഴിയത്തില്ല. അത് സ്തോത്രം ഹല്ലേലൂയ. അത് നിമിത്തം ഉണ്ടാകുന്ന തകർച്ചകൾക്കും ശരീരത്തിനും ഹൃദയത്തിനും ഉണ്ടാകുന്ന മുറിവുകൾക്കും എത്ര തന്നെ പ്രാർത്ഥിച്ചാലും കൂട്ടായ്മയിൽ പോയി സംബന്ധിച്ചാലും യാതൊരു പ്രയോജനം ഉണ്ടാകുകയുമില്ല. ദൈവത്തോടും മനുഷ്യനോടും സ്തോത്രം ഹല്ലേലൂയ കുറ്റമറ്റ മനസാക്ഷി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മുറിവുകൾക്ക് പരിഹാരമുണ്ടാകുകയുള്ളൂ.
മദ്യപാനിയുടെയും വ്യഭിചാരിയുടെയും വീട്ടിൽ ഒരിക്കലും സമാധാനമുണ്ടാകുകയില്ല. ആമേൻ. പ്രിയ ദൈവമക്കളേ, ഈ ശബ്ദം ശ്രവിക്കുന്ന ആരുടെയെങ്കിലും വീട്ടിൽ മദ്യപാനി ഉണ്ടെങ്കിൽ ആ വീട്ടിൽ സമാധാനമുണ്ടാകത്തില്ല, ആ വീട്ടിൽ സന്തോഷമുണ്ടാകത്തില്ല, അവിടെ നന്മ വർദ്ധിക്കത്തില്ല, അവിടെ തകർച്ചയാണ്, പരാജയമാണ്. ഹല്ലേലൂയ. സ്വസ്ഥത നഷ്ടപ്പെടുന്നു, വേദനയുണ്ടാകുന്നു, ഹൃദയഭാരമുണ്ടാകുന്നു. ഭവനത്തിൽ പ്രശ്നങ്ങൾ കൂടുന്നതിനനുസരിച്ച് അവർ വീണ്ടും വീണ്ടും മദ്യപാനത്തിലേക്ക് തിരിയുകയും അതിനനുസരിച്ച് പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയും ചെയ്യും. ആരാധനയുടെയും ദൈവസാന്നിധ്യത്തിൻ്റെയും നടുവിൽ നിന്നും പ്രാർത്ഥനയും ഉപവാസവും ഇല്ലാത്ത ജനത്തിന് മുറിവുകൾ ഉണ്ടാകുക തന്നെ ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. ഒരു കാലഘട്ടത്തിൽ ദൈവത്തെ ആരാധിച്ചും സന്തോഷിച്ചും സമാധാനം പ്രാപിച്ചവരും നന്മ പ്രാപിച്ചവരും പിന്മാറ്റത്തിലേക്കും രഹസ്യ പാപങ്ങളിലേക്കും പാപജീവിതങ്ങളിലേക്കും ഈ ലോകമോഹങ്ങളിലേക്കും നീങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെടും, സ്നേഹം നഷ്ടപ്പെടും, ഐക്യത നഷ്ടപ്പെടും, സമ്പത്ത് നഷ്ടപ്പെടും, രോഗം നമ്മൾ നനച്ചിരിക്കാത്ത സമയങ്ങളിൽ നമ്മുടെ ശരീരങ്ങളിൽ രോഗങ്ങൾ കയറി വരുവാനിടയാകും. ഇസ്രായേലിനെ സഹായിക്കുകയും അവരെ താങ്ങുകയും ചെയ്യുന്ന ജാതികൾക്ക് ഭാവി കാലത്ത് കഠിനമായ മുറിവുകൾ ഉണ്ടാകുമെന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. പലരും നമ്മെ തെറ്റിദ്ധരിപ്പിക്കുകയും നാം ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മെക്കുറിച്ച് അപവാദം പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനം തകരുകയും നാം തളർന്നു പോവുകയും ചെയ്യാം. ഏകമകൻ നഷ്ടപ്പെട്ട നയീനിലെ വിധവയുടെ അടുക്കൽ ചെന്ന് നീ ഇനി കരയണ്ട എന്ന് പറയുക മാത്രമായിരുന്നില്ല, പകരം അവളുടെ ദുഃഖത്തിന് പരിഹാരം വരുത്തുകയും ചെയ്തു. ഹല്ലേലൂയ. ആകയാൽ പ്രിയ ദൈവവേദിലേ, നമ്മുടെ മനം തകരുമ്പോഴും ഉള്ളം നുറുങ്ങുമ്പോഴും നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവ സന്നിധിയിലേക്ക് നമുക്ക് ചെല്ലാം. ഹല്ലേലൂയ. നോക്കൂ, സ്തോത്രം. ഹല്ലേലൂയ. ലാസറിന്റെ ഹല്ലേലൂയ കല്ലറയ്ക്കരികിൽ വന്നു നിന്ന യേശു കർത്താവ് മാർത്തയോടും മറിയോടും കുഞ്ഞുങ്ങളെ നിങ്ങൾ കരയണ്ട എന്ന് പറഞ്ഞ് കൂടെ കരഞ്ഞ് അഭിനയിച്ചതല്ല. ആ കരച്ചിലിന് പരിഹാരം നൽകുവാൻ കഴിയുന്ന നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. യഹൂദന്മാർ കരഞ്ഞു, കൂടെ അവിടെ ചാർച്ചക്കാരും ബന്ധുക്കളും ഒക്കെ കരഞ്ഞെങ്കിലും സ്തോത്രം. ഹല്ലേലൂയ. മാർത്തയുടെയും മറിയയുടെയും കരച്ചിലിന് മറുപടി നൽകുവാൻ യേശു കർത്താവിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. ഹല്ലേലൂയ. ഖാനായിലെ കല്യാണ വീട്ടിൽ 3-ാമത്തെ ദിവസം വീഞ്ഞു തീർന്നു. പക്ഷേ കുടിച്ചവർക്ക് ആർക്കും സ്തോത്രം. ഹല്ലേലൂയ. അതിന് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. അവിടെ കുടിച്ചുകൊണ്ടിരുന്നവർക്ക് ആർക്കും പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. ഇനി കുടിക്കാൻ വന്നവർക്കും പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ സ്തോത്രം, ആ ഭവനത്തിലെ വേദനകളെ അറിയുന്ന ദൈവം, ആ ഭവനത്തിലെ നിന്നയിലേക്ക് ആ ഭവനം മാറിക്കൊണ്ടിരിക്കുന്നു, വേദനയിലേക്ക് ആ ഭവനം മാറിക്കൊണ്ടിരിക്കുന്നു, പരിഹാസത്തിലേക്ക് ആ ഭവനം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ യേശു സ്തോത്രം ആ ഭവനത്തിന് ആവശ്യമായ, ആ കല്യാണ വീടിന് ആവശ്യമായതെല്ലാം പകർന്നു നൽകുവാനിടയായി. അവിടെ സ്തോത്രം പച്ച വെള്ളത്തെ ഹാലിലെ കളറ് മാറ്റി, രുചി മാറ്റി, പേര് മാറ്റി, ഗുണം മാറ്റി സ്തോത്രം ഹല്ലേലൂയ അത്ഭുതത്തിൻ്റെ ആരംഭമായി അവിടെ പ്രവർത്തിക്കുവാനിടയായി. പ്രിയ ദൈവവേദിലേ, നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളും നമ്മുടെ തകർച്ചകളും ദൈവം കണ്ട് മറികടന്ന് പോകുന്ന ദൈവമല്ല. നമ്മുടെ വേദനകളും നമ്മുടെ നീറുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം തരുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ തകർന്ന മനസ്സിനെ സൗഖ്യമാക്കുകയും നമ്മുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്ന ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. വിശ്വസിക്കാമോ? ഈ പ്രഭാതം നമ്മുടെ മുറിവുകളെ കെട്ടുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ പ്രഭാതം വിശ്വസിക്കാമോ? എത്ര തന്നെ മനം തകർന്നാലും, എത്ര തന്നെ സൗഖ്യമില്ലാതെ ഭാരപ്പെട്ടാലും എന്നെ സൗഖ്യമാക്കുന്നൊരു ദൈവമുണ്ട്. ഈ മാസത്തിൻ്റെ 1-ാമത്തെ ദിനവും സ്തോത്രം ഈ മാസത്തിൻ്റെ 1-ാമത്തെ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തയേശുവിലുള്ള വന്ദനത്തെയും സ്നേഹത്തെയും എല്ലാം അറിയിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം ഈ പ്രഭാതം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ ദിവസത്തിലടയ്ക്കാമോ? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മനം തകരുന്ന വിഷയങ്ങൾ പരിഹരിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇനി ഇവന് വിടുതലില്ല, ഇവന് ആശ്വാസമില്ല, ഇവനൊരു ഉയർച്ച ഇവൻ ലഭിക്കത്തില്ല, ഇവനൊരു വിശാലത കാണത്തില്ല, ഇവൻ്റെ ബാധ്യതകളിൽ നിന്നും ഇവൻ വിടുവിക്കപ്പെടത്തില്ല എന്ന് ആരൊക്കെ നമ്മെ നോക്കി പരിഹസിച്ചാലും, ആരൊക്കെ നമ്മെ നോക്കി നിന്ദിച്ചാലും
ജീവനുള്ള ദൈവത്തിൻ്റെ കരം നമുക്കായി പ്രവർത്തിക്കും. സ്വർഗത്തിൻ്റെ കരം നമുക്കായി പ്രവർത്തിക്കും. കുഞ്ഞേ, ഭാരപ്പെടേണ്ട കേട്ടോ. മാനം തകർന്നവരെ അവൻ സൗഖ്യമാക്കും, അവരുടെ മുറിവുകളെ കെട്ടുക തന്നെ ചെയ്യും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു. ഈ പ്രഭാതം കർത്താവേ, ലോകമെമ്പാടുമായിരുന്നുകൊണ്ട് ഈ വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവേ, തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന അവരുടെ ഭാവികളെ ഓർത്ത് മനം തകരുന്ന സ്തോത്രം, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന കടഭാരങ്ങളുടെ നടുവിൽ കർത്താവെ പകച്ചു നിന്ന് സ്തോത്രം, വേദനയോട് ഭയത്തോടെ ഭാരത്തോടെ ആയിരിക്കുന്ന മുറിവുകളെ കർത്താവെ സ്തോത്രം അങ്ങ് തന്നെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. ഈ മാസത്തിൻ്റെ 1-ാമത്തെ പ്രഭാതം ഞങ്ങളുടെ ആയുസ്സിൽ കാണുവാൻ ഭാഗ്യം തന്നല്ലോ. ഇന്ന് പ്രഭാതത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ 5-ാം മാസം സ്തോത്രം, ഹല്ലേലൂയ, അനുഗ്രഹത്തിൻ്റെ മാസമാക്കി തീർക്കണം. സ്വർഗ്ഗം അത്ഭുതം ചെയ്യും, മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഭാരപ്പെടേണ്ട, നമ്മുടെ മുറിവുകളെ കെട്ടുന്ന, നമ്മുടെ ഹൃദയഭാരം അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.